നിരഞ്ജനയായിട്ടുള്ള ഞാൻ നോക്കുന്ന സമയത്ത് രണ്ടാളും ഇന്റർവ്യൂസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേരും ഈ ഫിലിം ഫീൽഡിലേക്ക് ഫസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഒരു കോമൺ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ട് മേക്കപ്പിന്റെ പേരില് കാരണം ലോഹത്തിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മളെപ്പോഴും സിനിമയിലേക്ക് വരുന്നവരും ഭയങ്കര ഗ്ലാമർ ആ ഒരു മേക്കപ്പ് ആ ഇതായിരിക്കും പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷെ നിരഞ്ജനയ്ക്കും സെയിം ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആയിരുന്നു. ആമിനിക്കും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, എന്നിട്ട് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അതെന്തായിരുന്നു? അത് ഞാൻ കായംകുളം കൊച്ചുണ്ണിയുടെ ഓഡിഷന് പോയതായിരുന്നു. അപ്പൊ അവരെന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കുറച്ച് സ്കിൻ ഡാർക്കൻ ചെയ്യേണ്ടി വരും, അങ്ങനെ പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്നേ ഉള്ളൂ, എനിക്ക് അത്രയും വിവരവും ബോധമൊന്നുമില്ല. അപ്പം ഞാൻ ആലോചിച്ച എന്താണെന്നറിയാം, ഇപ്പം നമ്മളുടെ ചേച്ചിയൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരി ശരിക്കും ഞാൻ എന്ത് ഭംഗിയാണ്. അപ്പൊ അന്ന് ഞാൻ അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂ കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത്, അയ്യോ ഇത്ര സുന്ദരിയായിട്ടുള്ള ചേച്ചിനെയാണോ അങ്ങനെ ആക്കി വെച്ചിരുന്നത്. അപ്പൊ ഞാൻ അന്ന് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴാണ് നമ്മളൊക്കെ ഇറങ്ങുന്നത്, ഒരുപാട് കുഞ്ഞായിരിക്കുമ്പോ ഞാൻ വിചാരിച്ചത് അയ്യോ ഞാൻ മറ്റേ നമ്മളുടെ ഭവന മറ്റേ കരിയും തേച്ചിരിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ പേടിച്ചു. അതെന്റെ പൊട്ടത്തരമാണ്, അപ്പോഴത്തെ ഒരു ഇതാണ്. അപ്പൊ ഞാൻ അങ്ങനെ പേടിച്ചിട്ട് ഞാനിങ്ങനെ അപ്പൊ അവരെന്റെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ശരി വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ നൈസായിട്ട് ഞാൻ ഓടിക്കളഞ്ഞു. അവർക്ക് എനിക്ക് പേടിയായിരുന്നു. മറ്റേ ബസന്തിയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് എക്സാമ്പിൾസ് മുന്നിലുണ്ട്. പറക്കുന്ന കളികളിൽ കുളിച്ചു കഴിയുമ്പോഴത്തേക്കും മറ്റേ സുന്ദരിയാന്ന്, അതിനു മുന്നേ മറ്റേ കരിയൊക്കെ വരുത്തിച്ച് എനിക്ക് അങ്ങനെയൊക്കെ പേടിയായി പോയി. മണ്ടത്തരമായിരുന്നു. പക്ഷെ പോട്ടെ, മിസ്റ്റേക്സ്, വി ലേൺ ഫ്രം മിസ്റ്റേക്സ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് തന്നെ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, ഇപ്പം വർക്ക് ചെയ്യുന്ന ഫീൽഡ് എന്ന് പറയുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ള ഫീൽഡാണ്. ഇപ്പം നമ്മൾ ന്യൂസുകൾ നോക്കിയാലും ചർച്ചകൾ അത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ ഇത്തരം ഒരു റിപ്പോർട്ടും കൂടെ വന്ന് എന്താണ് ഇപ്പോഴുള്ളൊരു മാനസികാവസ്ഥ ഇതൊക്കെ കേൾക്കുമ്പോൾ? ഇത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടമുണ്ട്. ബിക്കോസ് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇത് ഇത്രത്തോളം പ്രശ്നങ്ങൾ ഇതില് ആൾക്കാർ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അതെനിക്ക് കേട്ടപ്പോ എനിക്ക് ശരിക്കും സങ്കടമായി. അതും കുറച്ചത് മുന്നത്തെ റിപ്പോർട്ടാണ്, ഇപ്പോഴത്തെ അല്ല. അതെ, അപ്പൊ ആണെങ്കിൽ പോലും ഇപ്പൊ അതില് കുറച്ച് ആൾക്കാരുടെ പറയുന്നതാണെങ്കിലും കുറച്ച് മുന്നത്തെ ആക്ടേഴ്സും ആൾക്കാരുടെ കാര്യങ്ങളാണ്. അപ്പൊ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഇവർ ഇത്രയും ഗോ ത്രൂ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അത് ആലോചിച്ച് അവരെന്തൊക്കെയാണ് ഇപ്പൊ റിപ്പോർട്ടിലെ കാര്യങ്ങൾ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, വാട്ട് ഓൾ സം ഫീമെയിൽ ആക്ടേഴ്സ് ഹാഡ് ടു ഗോ ത്രൂ എന്നുള്ളത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും സങ്കടമായി. ബിക്കോസ് ഇങ്ങനെ നമ്മൾ ഇത്രയും ജോളിയായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു ഇൻഡസ്ട്രിയിൽ മുന്നേ ഇങ്ങനെയൊക്കെ ഒരു സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്ത് അത് ശരിക്കും സങ്കടമുള്ള ഒരു കാര്യമാണ്. അത് ആർക്കും സംഭവിക്കരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് അത് മോശമാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. പിന്നെ ഇത്രയൊരു ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ എനിക്ക് തോന്നുന്ന ഒരു വലിയ കാര്യമാണ്. ബിക്കോസ് വേറെ ഇൻഡസ്ട്രീസിലൊന്നും അവരിങ്ങനൊരു സംഭവം ചെയ്തിട്ടില്ല, ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവർക്ക് എടുക്കാനും പറ്റിയിട്ടില്ല, അങ്ങനെ പുറത്ത് കൊണ്ടുവരാനും പറ്റിയിട്ടില്ല. അപ്പോൾ ദിസ് ഈസ് എ ബിഗ് വിക്ടറി ഫോർ മലയാളം ഫിലിം ഇൻഡസ്ട്രി. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഇത്തരം കാര്യങ്ങളുടെ ഒരു ഇത് മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് വി ഹാവ് മീ ടു, വി ഹാവ് WCC. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ സെറ്റിൽ ഒരു പ്രശ്നം വന്നാലും നമുക്കത് അപ്പൊ തന്നെ അത് റിപ്പോർട്ട് ചെയ്ത് അതിനുള്ള ആക്ഷൻ എടുക്കാനുള്ള ഒരു സംവിധാനം ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ട്. പക്ഷെ ഇതിന് മുന്നേ അതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒരുപാട് ആക്ടേഴ്സിന് അങ്ങനെ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ ഗോ ത്രൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇനി ഒരിക്കലും അത് ഉണ്ടാവരുത്. അപ്പൊ എന്താണെങ്കിലും ഇതിങ്ങനെ റിപ്പോർട്ട് വന്നത് നന്നായി, നല്ലതാ. അപ്പൊ ഈ ഒരു റിപ്പോർട്ട് വന്നതിന് പിന്നാലെ അമ്മ സംഘടനയിൽ നിന്ന് മീഡിയാസ് ആണെങ്കിലും ആൾക്കാരാണെങ്കിലും ഒരു റിപ്ലൈ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഒരു പ്രോഗ്രാം കാരണം അവരത് നീട്ടിവെച്ചു. പിന്നീട് ഈ ഒരു പ്രസ് മീറ്റ് വിളിച്ച സമയത്ത് അവർ അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് വിമർശനത്തിന് പാത്രമായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു അമ്മയിലെ ആക്ട്രസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് അവിടെ ജോമോൾ ഉണ്ടായിരുന്നത്. പക്ഷെ ജോമോൾ പറഞ്ഞൊരു കാര്യം ഭയങ്കരമായിട്ട് തിരിച്ചടിക്കപ്പെട്ടു. കാരണം എനിക്ക് ഇത്തരം വിളികളോ വാതിലിൽ മുട്ടലുകളോ വന്നിട്ടില്ല, അത് ബാക്കിയുള്ളവർ പറയുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നുള്ള രീതിയിൽ വന്നിരുന്നു. അപ്പം എനിക്ക് ബാധിക്കാത്തടത്തോളം കാലം ബാക്കിയുള്ളവർക്കും അത് ബാധിക്കുന്നുണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നത് ശരിക്കും ഒരു പ്രത്യേകിച്ച് അത്തരം ഒരു ഇതിലിരിക്കുമ്പോൾ ഒരു സംഘടനയുടെ ഭാഗമായിട്ടിരിക്കുമ്പോൾ പറയുന്നത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. ബിക്കോസ്
അതിപ്പോ നമുക്ക് ചിലപ്പോ അത് ഉണ്ടായിട്ടില്ലായിരിക്കും, അന്നും പറഞ്ഞിട്ട് വേറൊരാൾക്ക് അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മളത് നോക്കി അത് എന്താണ് നമുക്കതിൽ തിരുത്താൻ പറ്റുന്നതെന്ന് നോക്കിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ അവിടെ നിന്നിട്ട് എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മൊത്തത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇഗ്നറൻസ് ആണ്. അത് ഭയങ്കര ഒരു ഇമ്മച്വർ ആയിട്ടുള്ള ഒരു സംസാരമാണത്. ഒരിക്കലും അത് പ്രത്യേകിച്ച് വിമണ് കുറച്ച് നമ്മൾ റെസ്പെക്റ്റ് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ചെയ്യേണ്ട ഒരു ഇതാണ്. നമുക്കങ്ങനെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഓക്കെ, ഇപ്പം നമ്മൾ ന്യൂസ് ഇന്നൊരു 2-3 ദിവസമായിട്ട് ന്യൂസ് എടുത്ത് നോക്കുമ്പോൾ ഓരോ ദിവസമായിട്ട് ഓരോ ആക്ടേഴ്സിന്റെ ആയാലും സിനിമയുടെ ബാക്കിലുള്ള ആൾക്കാരുടെ പേരുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പരിചയമില്ലാത്ത പേരുകളല്ല, നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള സിനിമ ഫീൽഡിൽ രജിസ്റ്റർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ പേരുകളാണ്. അപ്പം നമ്മൾ വിഗ്രഹങ്ങൾ വീണുടയാൻ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല. പക്ഷെ ഇത്തരം പേരുകൾ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു സിനിമയിലേക്ക് ആ ഒരു മുന്നിൽ കാണുന്ന ഒരു സിനിമ ഫീൽഡിന് എങ്ങനെയാ ഒരു ടെൻഷൻ ഉണ്ട്. അതായത് ഓക്കെ, ഇത്തരം ആളുകൾക്കെതിരെ ചുമ്മാ ആരും ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കില്ല. അപ്പം അവരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യണ്ടേ, ശരിയായിരിക്കുമോ ഇവർ ഈ പറയുന്നതൊക്കെ, അതുപോലെ വിഗ്രഹങ്ങൾ വീണുടയാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ കേൾക്കുമ്പോൾ ടെൻഷൻ തോന്നാറുണ്ടോ, അല്ലെങ്കിൽ എന്താണ്? ഇല്ല, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ മുന്നേ ഞാൻ പറഞ്ഞു മൊബൈലിന്റെ ഇന്റർനെറ്റിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഇന്റർനെറ്റിൽ ഒരുപാട് സ്കാംസും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, നമ്മുടെ ഇൻഫർമേഷൻ ലീക്ക് ആവുന്നുണ്ട്, പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയാണ് ഇന്റർനെറ്റ് മാറ്റി വെച്ചിട്ടിരിക്കുന്ന ആൾക്കാർ? ഇല്ല, അത് ബിക്കോസ് നമുക്ക് അതിൽ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ എല്ലാ ഡേറ്റയും നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ വർക്ക് അതിൽ ഉള്ളതുകൊണ്ടല്ലേ. ഇപ്പം ചില ആൾക്കാർ IT കമ്പനീസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവർ പഠിച്ചിട്ടുള്ളത് ആ ഫീൽഡായിരിക്കും. അപ്പോൾ ഇതിങ്ങനത്തെ ഹാക്കിംഗ് പരിപാടി നടക്കുന്നുണ്ട്, സ്കാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഓക്കെ ഈ ജോലിയൊക്കെ വിട്ടിട്ട് കൃഷിക്ക് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം അതുപോലെ നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങളുണ്ടാവും. അപ്പോൾ അവർ ചെയ്യണമെന്ന് പറയുമ്പോൾ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പോൾ IT ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനൊരു സ്കാമിൻ്റെ കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ അവർ മാക്സിമം അവരുടെ ഫാമിലീനും പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടോ, ഇതെങ്ങനെ ഇതിൽ പെടാതെ ഇതിൽ എക്സ്പോസ്ഡ് ആവാതെ അവരുമായിട്ട് എക്സ്പോസ്ഡ് ആവാതെ എങ്ങനെ അത് പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെങ്ങനെ നിൽക്കാൻ അവർ അങ്ങനൊരു ശ്രമമായിരിക്കും നടത്തുന്നത്. എനിക്ക് തോന്നുന്നു സിമിലർ ആയിട്ടുള്ള ശ്രമമാണ് എൻ്റെയും. ലൈക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എൻ്റെ ഫാമിലീനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എൻ്റെ ഒരു റെപ്യൂട്ടേഷനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എങ്ങനെയായിരിക്കും എനിക്ക് നിൽക്കാൻ പറ്റുന്നത്, എങ്ങനെ ഇതിൽ സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കും ഞാൻ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്ത് ദാറ്റ് ഈസ് ലൈക്ക് ബീങ് എ കവേർഡ്. അത് ഫേസ് ചെയ്യാതെ ഞാൻ ഏതോ മുറി അയ്യോ ഇത് ലോകത്ത് ചുറ്റും ഇങ്ങനെയാണ്, ഇനി ഞാനൊരു മുറി പോയി അടച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊട്ടും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് ആമിനയുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലേക്ക് വന്ന അപ്പം മീനാക്ഷി രവീന്ദ്രൻ, എനിക്ക് തോന്നുന്നു ഈ ഒരു നായിക കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോസ് ഒക്കെ നോക്കിയ സമയത്ത് നിങ്ങളൊരു 4-5 പേര് കുറച്ചാ. പക്ഷെ അത് പിന്നെ നമ്മളത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഫോളോ ചെയ്യുന്നോണ്ടാണോ അറിയില്ല, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫെയ്ഡ് ആയിപ്പോയതാണോ അതോ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്താണോ അറിയില്ല. പക്ഷെ നമ്മൾ പറയില്ലേ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ഇവര് തെറ്റി പിരിഞ്ഞോ, ആ ഒരു സാധനം എന്താ, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ? പിന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതിനൊരു കുഴപ്പമില്ല. ഇപ്പൊ എല്ലാ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് അല്ലേ. ഇപ്പൊ മീനാക്ഷി, ആരതി, അങ്ങനെ കുറച്ച് 2-3 ഫ്രണ്ട്സ് ഒക്കെയാണ് എനിക്കുള്ളത്. അപ്പൊ അവരുമായിട്ട് ആരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടില്ല കേട്ടോ. എല്ലാ ഈ ആൾക്കാരുമായിട്ട് എനിക്ക് അത്രയും ക്ലോസ് സർക്കിൾ ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ പണ്ട് ഒരു പ്രായത്തിൽ കുറച്ചും കൂടെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. അപ്പൊ എവിടെ ട്രിപ്പ് പോയാലും എന്ത് ചെയ്താലും അവിടെ പോയി അതെ എല്ലാം എടുത്ത് ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുക, ഇതൊക്കെ ഒരു സന്തോഷമായിരുന്നു. ഇനിയിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് സപ്പോസ് വി ഡിഡ്ന്റ് ഹാവ് ഫൺ എന്ന് ആലോചിക്കുക, അവിടെ നല്ല കൂറ ദിവസമായിരുന്നെങ്കിലും ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മേക്കപ്പ് ഇട്ട് നല്ല ഫോട്ടോ എടുക്കുക, ആ മോഡായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മള് കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് മാറുന്നതാണ്, നമ്മൾ വളരുന്നതിന്റെ കൂട്ടത്തിലുള്ള കാര്യമാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഒരുപാട് എന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഫ്രണ്ട്സ് സർക്കിളിലെ കാര്യം ഇപ്പൊ ഞാനും മീനാക്ഷി എല്ലാവരും കൂടെ ആയിട്ട് ആൻസലിയും എല്ലാവരും കൂടെ ഇപ്പൊ നമ്മൾ കോളത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ. എന്റെ വീടിന്റെ കുറച്ച് അടുത്തായിട്ടാണ് ട്രിവാൻഡ്രത്തുള്ള. അപ്പൊ അത് കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിൽ പോയി, എന്നിട്ട് വീട്ടിൽ നിന്ന് എന്റെ വീടിന്റെ ബാക്കിലുള്ള ബീച്ചുണ്ട്, അപ്പൊ അവിടെ പോയി, പിന്നെ നമ്മൾ കോളത്ത് പോയി. അപ്പൊ ഇതൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, നമ്മൾ കുറെ ഫോട്ടോസ് എടുത്തു, നല്ല വി ഹാഡ് എ നൈസ് ടൈം. പക്ഷെ ഇതൊന്നും സോഷ്യൽ മീഡിയയിലില്ല, ഇതൊന്നും സ്റ്റോറി ഇടുന്നില്ല, ഒന്നുമില്ല. അത് മീനാക്ഷി ആണെങ്കിലും ഇട്ടിട്ടില്ല, ഞാനാണെങ്കിലും ഇട്ടിട്ടില്ല. ഐ തിങ്ക് വി ഹവ് ഗോൺ ടു എ മോർ പ്രൈവറ്റ് ലൈഫ്.